നമസ്കാരം. ഇന്ത്യയുടെ ഏറെക്കാലമായുള്ള ആവശ്യമാണ് UN സുരക്ഷാ കൗൺസിലിൽ സ്ഥിരാംഗത്വം വേണമെന്നുള്ളത്. UN സുരക്ഷാ കൗൺസിലിൽ സ്ഥിരാംഗത്വം എന്നുള്ള ഇന്ത്യയുടെ ആവശ്യത്തെ അമേരിക്കയും പിന്തുണയ്ക്കുന്നുണ്ട്. ക്വാഡ് ലീഡേഴ്സ് ഉച്ചകോടിക്കിടെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഇന്ത്യയെ പിന്തുണച്ചത്. UN സുരക്ഷാ കൗൺസിലിൽ കാലാനുസൃതമായ പരിഷ്കരണങ്ങൾ നടപ്പാക്കേണ്ടതുണ്ടെന്ന് ക്വാഡ് നേതാക്കൾ ചൂണ്ടിക്കാട്ടി. ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യക്ക് എന്തുകൊണ്ട് UN സുരക്ഷാ കൗൺസിലിൽ സ്ഥിരാംഗത്വം നൽകുന്നില്ല എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. എന്തായാലും അധികകാലം സ്ഥിരാംഗത്വം നൽകുന്നതിൽ നിന്ന് ഇന്ത്യയെ മാറ്റി നിർത്താൻ സാധിക്കില്ല. 5 സ്ഥിരം അംഗരാഷ്ട്രങ്ങളും 2 വർഷം കാലാവധിക്ക് തെരഞ്ഞെടുക്കുന്ന 10 അംഗരാഷ്ട്രങ്ങളും ചേർന്നതാണ് UN സുരക്ഷാ സമിതി. ചൈന, ഫ്രാൻസ്, ബ്രിട്ടൻ, റഷ്യ, അമേരിക്ക എന്നിവയാണ് സ്ഥിര അംഗങ്ങൾ. അംഗരാഷ്ട്രങ്ങൾക്കിടയിൽ സുരക്ഷാ സമിതിയിൽ അധ്യക്ഷപദം ഓരോ മാസവും മാറി മാറി വരും. രാഷ്ട്രങ്ങൾ തമ്മിലുള്ള തർക്കം പരിഗണിക്കുക, ആയുധ നിയന്ത്രണ നടപടികൾ ആസൂത്രണം ചെയ്യുക, ആക്രമണങ്ങൾക്കെതിരെ ഉപരോധവും സൈനിക നടപടിയും സ്വീകരിക്കുക, പുതിയ അംഗങ്ങളെ സ്വീകരിക്കാൻ ശുപാർശ ചെയ്യുക, സെക്രട്ടറി ജനറലിന്റെ നിയമനം സംബന്ധിച്ച് പൊതുസഭയ്ക്ക് ശുപാർശ നൽകുക തുടങ്ങിയവയാണ് രക്ഷാസമിതിയുടെ ഉത്തരവാദിത്തങ്ങൾ. 5 സ്ഥിരാംഗങ്ങൾക്കും വീറ്റോ പവർ ഉണ്ട്. അതായത് ഈ രാജ്യങ്ങളിൽ ഒന്ന് എതിർത്ത് ചെയ്യുന്ന ഏത് നടപടിയും സഭ തള്ളിക്കളയുന്നു. സഭാ നടപടികൾ ഒഴികെയുള്ള എന്ത് കാര്യത്തിലും തീരുമാനമെടുക്കാൻ 5 സ്ഥിരാംഗങ്ങൾ ഉൾപ്പെടെയുള്ള 9 അംഗങ്ങളുടെ വോട്ട് വേണം. ഇന്ത്യക്ക് സ്ഥിരാംഗത്വം ലഭിക്കുന്നത് ചൈനയെ ഏറെ പ്രകോപിപ്പിക്കുന്നുണ്ട്. ഏഷ്യയിൽ നിന്നുള്ള ഒരേ ഒരു സ്ഥിരാംഗം ചൈന മാത്രമാണ്. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങൾക്കും UNൽ ചൈനയ്ക്ക് മേൽക്കൈയുണ്ട്. UN സുരക്ഷാ കൗൺസിലിൽ സ്ഥിരാംഗത്വം എന്ന ആവശ്യം ഇന്ത്യ ഏറെ നാളായി മുന്നോട്ട് വെക്കുന്ന ഒന്നാണ്. UNSCയിൽ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കണമെന്നും ഇന്ത്യ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഐക്യരാഷ്ട്രസഭയെ 6 ഘടകങ്ങളായി തരംതിരിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് സുരക്ഷാ സമിതി. മറ്റുള്ളവ പൊതുസഭ, സാമ്പത്തിക സാമൂഹിക സമിതി, ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ, സെക്രട്ടേറിയറ്റ്, രാജ്യാന്തര നീതിന്യായ കോടതി എന്നിവയാണ്. സ്വതന്ത്രവും ഏവരെയും ഉൾക്കൊള്ളുന്നതുമായ ഇൻഡോ പസഫിക്കിന്റെ ആവശ്യം ക്വാഡ് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി ആവർത്തിച്ചിട്ടുണ്ട്. ആരോഗ്യ സംരക്ഷണം, സാങ്കേതിക വിദ്യ, കാലാവസ്ഥാ വ്യതിയാനം തുടങ്ങി വിവിധ മേഖലകളിലെ സഹകരണവും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. എല്ലാവരുടെയും പ്രയോജനത്തിനായി ക്വാഡ് രാഷ്ട്രങ്ങളുടെ സഹകരണം കൂടുതൽ വർദ്ധിപ്പിക്കേണ്ടതാണെന്നാണ് നേതാക്കൾ ഒന്നടങ്കം പറഞ്ഞത്. ഇക്കുറി ക്വാഡ് ഉച്ചകോടി ഇന്ത്യയിൽ നടത്താനാണ് ആദ്യം തീരുമാനിച്ചിരുന്നത്. എന്നാൽ പ്രസിഡന്റ് ജോ ബൈഡന്റെ പ്രത്യേക അഭ്യർത്ഥന പ്രകാരമാണ് വിൽമിംഗ്ടണിൽ നടത്താൻ തീരുമാനിച്ചത്. 2025 ഇന്ത്യയിലാണ് ഉച്ചകോടി നടക്കാൻ പോകുന്നത്. ലോകശക്തിയായി വളർന്നുവരുന്ന ഇന്ത്യയെ അധിക നാൾ സ്ഥിര അംഗത്വം നൽകാതെ ഒഴിവാക്കാൻ ചൈനയ്ക്കോ മറ്റു ലോകരാജ്യങ്ങൾക്കോ സാധിക്കില്ല. 1945 ഒക്ടോബർ 24 ഐക്യരാഷ്ട്രസഭ നിലവിൽ വന്നത്. ഐക്യരാഷ്ട്രസഭ രാജ്യാന്തര സഹകരണം ലക്ഷ്യമാക്കി 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം രൂപീകൃതമായ പ്രസ്ഥാനമാണ്. ലോകസമാധാനം, സാമ്പത്തിക വികസനം, സാമൂഹിക സമത്വം എന്നിവയാണ് രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണത്തിലൂടെ ഐക്യരാഷ്ട്രസഭ ലക്ഷ്യമാക്കുന്നത്. 1945 51 അംഗങ്ങളുമായി തുടക്കം കുറിച്ച ഈ പ്രസ്ഥാനത്തിന് ഇന്ന് 193 രാജ്യങ്ങൾ അംഗങ്ങളായുണ്ട്. ന്യൂസ് ഡെസ്ക്, ഈനാട് മലയാളം.